നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ തന്നെ മാധ്യമങ്ങളോട് അപമാനിച്ചു എന്ന ആരോപണമാണ് അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എംപിക്കെതിരെ നടപടിക്ക് അനുമതി തേടിയിരിക്കുകയാണ് അഭിലാഷ് ഡേവിഡ്. അഭിലാഷ് ഡേവിഡിനെതിരെ ഷാഫി നൽകിയ പരാതിയിൽ അന്വേഷണത്തിൽ മെല്ലെ പോക്ക് തുടരുകയാണ് എന്ന ഒരു ആരോപണം ശക്തമാണ്. അതിനിടയിലാണ് നടപടിക്ക് അനുമതി തേടി അഭിലാഷ് ഡേവിഡ് അപേക്ഷ നൽകിയിരിക്കുന്നത്. അഭിലാഷ് ഡേവിഡിനെതിരെ പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണം തുടങ്ങിയിട്ടില്ല. മാത്രമല്ല, നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് വടകര ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്താൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം അഭിലാഷ് ഡേവിഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാർച്ച് നടത്താനുള്ള നടപടിക്ക് അനുമതി തേടിയുള്ള അപേക്ഷ സമർപ്പിച്ചത് കോഴിക്കോട് റൂറൽ SP KE ബൈജുവിനാണ്. SP KE ബൈജു അപേക്ഷ DGPക്ക് കൈമാറുകയും ചെയ്തു. എന്തായാലും തന്നെ സമൂഹ മാധ്യമങ്ങളോട് അപമാനിച്ചു എന്ന ഒരു ആരോപണം അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഈ ഒരു ആരോപണത്തിന്മേലുണ്ടാകുന്ന തുടർ നടപടികൾ എന്നതടക്കമുള്ള കാര്യം, ഷാഫിയുടെ പ്രതികരണം ഒക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അഭിലാഷ് ഡേവിഡിനെതിരെ പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണം തുടങ്ങിയിട്ടില്ല. ഈ പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPയെ അടിച്ച CI അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടത് താൽക്കാലികമായിട്ടാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നു. നടപടിക്ക് ശേഷം 22 മാസങ്ങൾക്ക് ശേഷമാണ് അഭിലാഷിനെ തിരിച്ച് സർവീസിൽ എടുത്തത്. ഗുണ്ടകളുമായും ഭൂമാഫിയയുമായും അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ. അഴിമതിയിൽ അഭിലാഷ് വിജിലൻസ് അന്വേഷണം നേരിട്ടെന്ന് രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണങ്ങൾ എവിടെ എത്തി എന്നതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന CH നാഗരാജുവാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിന് മറുപടി നൽകാൻ 15 ദിവസത്തെ കാലതാമസവും നൽകിയതാണ്. പക്ഷേ ഇതിനിടെ ഇയാളെ റെയിൽവേയിലേക്ക് സ്ഥലം മാറ്റി. ഇതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കമ്മീഷണർക്ക് നടപടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് സസ്പെൻഷൻ ഉത്തരവ് മാത്രം ഇറക്കി. 2023 ജനുവരിയിലാണ് സസ്പെൻഷൻ ഉത്തരവ് വന്നത്. 2024 നവംബറോടെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. സംഘർഷത്തിനിടെ കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് തന്നെ മർദ്ദിച്ചുവെന്ന് ഷാഫി പറമ്പിൽ തെളിവ് ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അഭിലാഷ് ഡേവിഡ് ഷാഫി പോരാട്ടത്തിന് ഇപ്പോൾ വഴി തുറക്കപ്പെട്ടത്. എന്തായാലും അഭിലാഷ് ഡേവിഡാണ് തന്നെ ആക്രമിച്ചതെന്ന ഷാഫി പറമ്പിലിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് അഭിലാഷ് രംഗത്തെത്തിയിരുന്നു. അതേസമയം പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് വടകര പേരാമ്പ്ര DYSPമാർ ഷാഫി പറമ്പിൽ അടിച്ച മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കോൺഗ്രസ് ആരോപണം ശക്തമാക്കിയിരുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പേരാമ്പ്ര DYSPയുടെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫായ വിഷ്ണു വത്സനാണെന്നായിരുന്നു സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് നടത്തിയ പ്രചാരണം. ഇയാളുടെ ഫോട്ടോ സഹിതമായിരുന്നു പ്രചാരണം നടത്തിയത്. ഇതിനെതിരെ വിഷ്ണു വത്സൻ പേരാമ്പ്ര സ്റ്റേഷനിലും എലത്തൂർ സ്റ്റേഷനിലും പരാതി നൽകിയതാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുത്തിരുന്നു. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഷാഫി പറമ്പിൽ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത്. നമുക്കറിയാം, ഈ ഒരു പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേൽക്കുന്നു. അദ്ദേഹത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ പിന്നീട് ചികിത്സയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ ആക്രമിച്ചത് ആരൊക്കെയാണ്, തന്നെ ആക്രമിക്കാൻ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട്. ഗുണ്ട മാഫിയ ബന്ധത്തെ തുടർന്ന് നടപടി നേരിട്ട CI അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചിരുന്നു. തലയിലും മൂക്കിലും അടിച്ച ശേഷം ഇയാൾ വീണ്ടും ലാത്തി ഓങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ലൈംഗിക പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് ഇയാളെ അടക്കം ചില പോലീസുകാരെ 2023 ജനുവരി 16 സസ്പെൻഡ് ചെയ്തിരുന്നു. ജനുവരി 19 ഇയാളെ പിരിച്ചുവിട്ടെന്നുള്ള വാർത്ത വരികയായിരുന്നു. പക്ഷേ നിലവിൽ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായി തുടരുകയാണ് അദ്ദേഹം. പിരിച്ചുവിട്ടെന്ന് പറയുകയും പിന്നീട് രഹസ്യമായി തിരിച്ചെടുത്ത് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുകയുമാണ് എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. സസ്പെൻഷനിലായ ശേഷം തിരുവനന്തപുരം വഞ്ചിയൂരിലെ CPM ഓഫീസിൽ അഭിലാഷ് നിത്യ സന്ദർശകനായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡാണ് പൊട്ടിയത്. വടകര DYSP ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡും പിടിച്ചാണ് ലാത്തി കൊണ്ട് പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിച്ചത്. ഇതുവരെ ആരും തന്റെ മൊഴിയെടുത്തില്ല എന്നും ഷാഫി അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ സംഭവ സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു CI അഭിലാഷ് ഡേവിഡിന്റെ പ്രതികരണം. സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി. മാത്രമല്ല MP പുറത്തുവിട്ട ഡിജിറ്റൽ തെളിവുകൾ സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ല എന്നുമായിരുന്നു CA അഭിലാഷ് ഡേവിഡിന്റെ പ്രതികരണം. തന്നെ പിരിച്ചുവിട്ടിട്ടില്ലെന്നും സസ്പെൻഷനിലാവുകയായിരുന്നുവെന്നും
അഭിലാഷ് ഡേവിഡ് വ്യക്തമാക്കി. എംപിയുടെ ആരോപണത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖറും പറഞ്ഞിരുന്നു. 9 വർഷത്തിനിടെ 144 പോലീസുകാരെ വിവിധ നടപടികളുടെ ഭാഗമായി പിരിച്ചുവിട്ടതായി മുഖ്യമന്ത്രി നിയമസഭയിലും വ്യക്തമാക്കിയതാണ്. എന്തായാലും പേരാമ്പ്ര സംഘർഷത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ UDF പോലീസിനെതിരെയും UDF പ്രവർത്തകർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പേരാമ്പ്ര സംഘർഷത്തിൽ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരുന്നു. സംഘർഷ സമയത്ത് പോലീസിന് നേരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന LDF ആരോപണത്തിന്മേൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ജീവൻ അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചെന്ന് FIR-ൽ വ്യക്തമാക്കി. ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് UDF പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പിയെറിയുന്നത് സ്ഥിരീകരിക്കാനായതായി പോലീസ് പറഞ്ഞിരുന്നു. പൊട്ടിത്തെറി നടക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസിന്റെ ഗ്രനേഡോ കണ്ണീർ വാതകമോ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലല്ല സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെന്നും പേരാമ്പ്ര പോലീസ് വ്യക്തമാക്കി. പേരാമ്പ്രയിൽ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റിരുന്നു. മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തി പ്രയോഗം നടത്തിയതെന്ന റൂറൽ SPയുടെ തുറന്നു പറച്ചിലും വിവാദമായിരുന്നു. കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു റൂറൽ SP പറഞ്ഞത്. സംഘർഷത്തിൽ ഷാഫി ഉൾപ്പെടെ 700ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് നേരെ ആക്രമണമായ സംഭവം വഴിതിരിച്ചുവിടാൻ പോലീസ് ശ്രമിക്കുന്നതായി DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആരോപിച്ചിരുന്നു. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് പുതിയ കഥയെന്നും സംഭവ സ്ഥലത്ത് പോലീസ് കൊണ്ടുവന്നതല്ലാത്ത സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ആരോപണം പോലീസ് ഏറ്റെടുക്കുകയാണ്. സ്ഫോടക വസ്തു എന്ന പേരിൽ 3-ാം ദിവസമാണ് പോലീസ് കേസെടുത്തത്. CPIM തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ്. UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് തന്നെ എറിഞ്ഞ സ്ഫോടക വസ്തുവാണ്. പേരാമ്പ്ര ഇൻസ്പെക്ടർ P ജംഷീദിന്റെ പരാതിയിലാണ് ഈ ഒരു പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ കേസെടുത്തത്. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും സ്ഫോടക വസ്തു എറിഞ്ഞത് കണ്ടെത്തിയിരുന്നു. പക്ഷെ ആരാണ് എറിഞ്ഞതെന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം പുരോഗമിക്കുന്നത്. എന്തായാലും കേസെടുത്തിരുന്നു. UDF പ്രവർത്തകരുടെ ഇടയിൽ നിന്നൊരാൾ സ്ഫോടക വസ്തു വലിച്ചെറിയുന്നതായും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ വീണ്ടും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതായും കണ്ടെത്തുകയായിരുന്നു. ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ സ്ഫോടനം നടത്തുന്നുവെന്ന് ആരോപിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ് രംഗത്ത് വന്നതാണ്. പക്ഷേ ഷാഫി പറമ്പിൽ MP പറഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് സ്ഫോടനം ഉണ്ടായത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള ഒരു വിശദീകരണമൊക്കെ വന്നതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ അഭിലാഷ് ഡേവിഡ് പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.